മഴക്കാലം എന്ന് ഓർമ്മ വരുമ്പോൾ ഓർമ്മ വരുന്ന ഒരു മുഖമാണ് വിക്ടർ ജോർജ്. അദ്ദേഹം ഓർമ്മയുടെ ഫ്രെയിമിലേക്ക് മറിഞ്ഞിട്ട് ഇന്ന് 23 വർഷമാവുകയാണ്. ഇടുക്കി വെള്ളിയാനി മലയിലുണ്ടായ ഉരുൾപൊട്ടലിന്റെ ചിത്രങ്ങൾ പകർത്തുന്നതിനിടെ മണ്ണിടിച്ചിലിൽപ്പെട്ടാണ് വിക്ടറിന്റെ ജീവൻ പൊലിഞ്ഞത്. ജോലിക്കിടെ മരണം കവർന്ന ആദ്യ മലയാളി പത്രപ്രവർത്തകനാണ് വിക്ടർ ജോർജ്. ഓരോ മഴക്കാലവും മലയാളി ഓർക്കും മലയാള മനോരമയ്ക്കൊപ്പം പ്രവർത്തിച്ച വിക്ടർ ജോർജ് എന്ന ഫോട്ടോ ജേർണലിസ്റ്റിനെ. 2001 ജൂലൈയിലെ ആ പെരുമഴക്കാലത്ത് വെള്ളിയാനി മലയിലെ ഉരുൾപൊട്ടലിൻ്റെ ചിത്രങ്ങൾ പകർത്താൻ പ്രിയപ്പെട്ട നിക്കോൺ F3 ക്യാമറയുമായി പുറപ്പെട്ടതായിരുന്നു വിക്ടർ ജോർജ്. ജീവിതത്തിൻ്റെ അവസാന ഫ്രെയിമിൽ നിന്ന് ഒരു കുടയും ചൂടി. തോരാത്ത മഴയും ഉരുൾപൊട്ടലിൻ്റെ ഭീകരതയും തുടരെ വിക്ടറിൻ്റെ ക്യാമറയിൽ പതിഞ്ഞുകൊണ്ടിരുന്നു. രൗദ്രഭാവത്തിൽ പൊട്ടിവരുന്ന ഉരുൾ ഒരുപക്ഷെ വിക്ടർ കണ്ടു കാണില്ല. കല്ലും വെള്ളവും കുത്തിയൊലിച്ച ആ ഹുങ്കാരത്തിൽ വിക്ടർ പുറകിലേക്ക് മറിഞ്ഞു വീണു. നിക്കോൺ F3 ക്യാമറ ദൂരേക്ക് തെറിച്ചുപോയി. രണ്ടാം ദിവസമാണ് വിക്ടറിൻ്റെ ഭൗതിക ശരീരം കണ്ടെത്തിയത്. വാഷിംഗ്ടണിലെ മ്യൂസിയത്തിലെ ജേർണലിസ്റ്റ് മെമ്മോറിയൽ വോളിൽ വിക്ടർ ജോർജിനും ഒരിടമുണ്ട്. ജോലിക്കിടെ മരണം കവർന്ന മാധ്യമപ്രവർത്തകർക്ക് ആദരമർപ്പിച്ചുള്ളതാണ് മ്യൂസിയത്തിലെ ആ മെമ്മോറിയൽ വോൾ. ഇറ്റ്സ് റെയിനിങ് എന്നാണ് വിക്ടറിൻ്റെ മഴച്ചിത്രങ്ങളുടെ പുസ്തകത്തിനിട്ട പേര്. അകാലത്തിൽ പൊലിഞ്ഞ പ്രതിഭയ്ക്ക് പ്രണാമം. റിസർച്ച് ഡെസ്ക് റിപ്പോർട്ടർ.